അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തകാസുറിൽ ഖബർ നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ നിങ്ങൾക്ക് പരസ്പരം സമ്പത്ത് കൊണ്ടും സന്താനങ്ങളെ കൊണ്ടും ആൾബലം കൊണ്ടും പെരുമ നടിക്കൽ നിങ്ങളെ ജോലിയാക്കി കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു, കല്ല, കാര്യം നിങ്ങൾ വിചാരിക്കും പോലെയല്ല. സൗഫ തഅലമൂൻ, നിശ്ചയമായും നിങ്ങൾ പിന്നീട് അറിയും. സുമ്മ കല്ല സൗഫ തഅലമൂൻ, പിന്നെയും തീർച്ചയായും നിങ്ങൾ ശേഷം അറിയുക തന്നെ ചെയ്യും. കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. നിശ്ചയമായിട്ടും എന്താണ് യാഥാർത്ഥ്യം എന്ന് നിങ്ങൾ വഴിയെ അല്ലെങ്കിൽ തീർച്ചയായും ശേഷം അറിയും. നിങ്ങൾ പരസ്പരം ഈ പെരുമ നടച്ചതിൻ്റെ അന്ത്യം അല്ലെങ്കിൽ അതിൻ്റെ അവസാനം എന്താണ് എന്ന് നിങ്ങൾക്ക് നിങ്ങൾ മരണവെപ്രാളത്തിലിരിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. പിന്നെ നിങ്ങൾ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രതിഫലം എന്നും അവിടെയും മനസ്സിലാകും. കല്ല, തീർച്ചയായും ഹക്കായും യാഥാർത്ഥ്യമായും ലൗ തഅലമൂന ഇൽമൽ യഖീൻ, യഥാർത്ഥ അറിവ് നിങ്ങൾക്കുണ്ടായിരുന്നു എങ്കിൽ, അതായത് ഉറപ്പായ നിങ്ങളുടെ ഈ തഫാഹുർ പരസ്പരം പെരുമ നടക്കുന്നതിൻ്റെ അന്തിമ ഫലം എന്താണ് എന്ന് നിങ്ങൾക്കറിഞ്ഞിരുന്നുവെങ്കിൽ നിശ്ചയമായും നിങ്ങൾ ഈ ഒരു പെരുമ നടിക്കലിൽ ശുഗലാകൂലായിരുന്നു, ജോലിയാകൂലായിരുന്നു. ലതറവുന്നൽ ജഹീം, നിശ്ചയമായും നിങ്ങൾ നരകത്തെ കാണുക തന്നെ ചെയ്യും. ആ നരകത്തെ നിങ്ങൾ കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പെരുമ നടിച്ചതിൻ്റെ അന്തിമ ഫലം എന്താണ് എന്ന് മനസ്സിലാവുക. സുമ്മ ലതറവുന്നഹ, തീർച്ചയായിട്ടും നിങ്ങൾ ആ നരകത്തെ പിന്നീട് കാണുക തന്നെ ചെയ്യും. ഐനൽ യഖീൻ, യഥാർത്ഥ കാണൽ. ഐനൽ യഖീൻ, ആ ഉറപ്പായ കാണൽ നിങ്ങൾ എന്താക്കും? നരകത്തെ കാണും. അഥവാ നിങ്ങൾ ഈ പരസ്പരം പെരുമ നടിച്ചത് ഇവിടെ അഹങ്കാരത്തിന് വേണ്ടിയാണ്, ലോകമാന്യത്തിന് വേണ്ടിയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ നരകത്തെ ഹക്കായ നിലക്ക്, യഖീനായ നിലക്ക്, യാഥാർത്ഥ്യമായ നിലക്ക് നിങ്ങൾ കാണുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞു കൊടുക്കുന്നു. ജനങ്ങളോട് അല്ലാഹു പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ്. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, നിശ്ചയമായും നിങ്ങളോട് പിന്നീട് ചോദ്യം ചെയ്യപ്പെടും. യൗമഇദിൻ, നിങ്ങൾ ആ നരകത്തെ കാണുന്ന ദിവസം. അനിൻ നഈം, ദുനിയാവിൽ നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച്. ദുനിയാവിൽ നിങ്ങൾക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ ലഭിച്ചു, ആ അനുഗ്രഹങ്ങളെ മുഴുവനും അവിടെ വെച്ച് ചോദ്യം ചെയ്യപ്പെടും. നിങ്ങൾക്ക് നൽകിയ ആരോഗ്യം, നിങ്ങൾക്ക് നൽകിയ ഒഴിവ് സമയം, നിങ്ങൾക്ക് നൽകിയ ആ ഒരു വിശ്വസ്തമായ നിർഭയത്വം, നിങ്ങൾക്ക് നൽകിയ ഭക്ഷണം, നിങ്ങൾക്ക് നൽകിയ പാനീയങ്ങൾ, അങ്ങനെ തുടങ്ങി ഓരോ സുഖത്തെക്കുറിച്ചും നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തകാസുറിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്, അഥവാ മുഅ്മിനീങ്ങളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഇവിടെ മുഅ്മിനെന്നോ കാഫിറെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളോടും അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾ ഓരോന്നായി അവരോട് പറഞ്ഞു കൊടുക്കുകയും എന്നിട്ട് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. പക്ഷേ ഇവിടെ മുഅ്മിനായ മനുഷ്യനോടുള്ള ചോദ്യം അത് സുആലു തശ്രീഫിൻ വ തബ്ശീർ, അവനിക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹം പറഞ്ഞ് അവൻ്റെ സ്ഥാനം ഒന്ന് കാണിച്ചു കൊടുക്കലും, അതേപ്രകാരം അവനിക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് അവന് സുവിശേഷം അറിയിച്ചു കൊടുക്കലും ആണ്. നേരെ മറിച്ച് ഒരു അവിശ്വാസിയായ മനുഷ്യനോടുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ അവനെ നിസ്സാരപ്പെടുത്താൻ വേണ്ടിയും അവനെ സമ്മതിപ്പിക്കാൻ വേണ്ടിയുമുള്ള ഒരു ചോദ്യമാണ്. അതായത്, നിനക്ക് ഇതെല്ലാം ചെയ്ത റബ്ബിനോടല്ലേ നീ നന്ദികേട് ചെയ്തത്, ആ റബ്ബിനല്ലേ നീ എതിര് ചെയ്തത് എന്ന് ആ മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിറായ മനുഷ്യരോട് ചോദിക്കുന്നത്. നേരെ മറിച്ച് മുഅ്മിനായ മനുഷ്യങ്ങളോടാകുമ്പോൾ അത് അവർക്കുള്ള ഒരു സന്തോഷ വാർത്തയും അവരുടെ സ്ഥാനവും അറിയിക്കാൻ വേണ്ടിയാണ്.
അള്ളാഹു ആ നിലക്കുള്ള മുഅ്മിനീങ്ങൾ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.